കഴിഞ്ഞ ദിവസമാണ് 10ഓളം വിവാഹം കഴിച്ചു തട്ടിപ്പ് നടത്തി വന്ന ഉദയംപേരൂർ സ്വദേശിനിയായ 30-കാരി രേഷ്മ തന്ത്രപരമായി പോലീസിന്റെ പിടിയിലായത്. ഇത്രത്തോളം തട്ടിപ്പ് നടത്തി പിടിയിലായിട്ടും കൂസലില്ലാതെയാണ് രേഷ്മ പോലീസിനോട് സംസാരിക്കുന്നത്. എന്നെ ജയിലിൽ അടയ്ക്കണം, പുറത്തിറക്കരുത്, പുറത്തിറക്കിയാൽ തെറ്റുകൾ അവർ ആവർത്തിക്കുമെന്നാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞത്. സ്നേഹം ലഭിക്കാത്തതിനാലാണ് നിരവധി ബന്ധങ്ങൾ തേടിപ്പോയതെന്നാണ് രേഷ്മയുടെ മൊഴി. ഓൺലൈൻ മാട്രിമോണിയിലൂടെയാണ് വിവാഹ പരസ്യം നൽകുന്നത്. ആദ്യം അമ്മ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതും പിന്നീട് വധുവെന്ന രീതിയിൽ സംസാരിക്കുന്നതും രേഷ്മ തന്നെയായിരുന്നു. രേഷ്മയുടെ അമ്മ ബന്ധുക്കളോടൊപ്പമാണ് താമസിക്കുന്നതെന്നുമാണ് വിവരം. സംസ്കൃതത്തിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന രേഷ്മ വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഒപ്പം പഠിച്ചവരെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. ഉദയംപേരൂർ സ്വദേശിനിയായ 30-കാരിയായ രേഷ്മ 10 പേരെ വിവാഹം ചെയ്തതായാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രേഷ്മയെ ചോദ്യം ചെയ്താലേ വിവാഹ തട്ടിപ്പിന് പിന്നിലെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകൂ. ആര്യനാട് സ്വദേശിയെ വിവാഹം കഴിക്കാൻ എത്തിയപ്പോഴാണ് രേഷ്മ പിടിയിലായത്. 2014 എറണാകുളം സ്വദേശിയെയാണ് രേഷ്മ ആദ്യം വിവാഹം ചെയ്തത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട വൈക്കം സ്വദേശിയെ 2022 വിവാഹം ചെയ്തു. ട്രെയിൻ യാത്രക്കിടയിൽ പരിചയപ്പെട്ട അങ്കമാലി സ്വദേശി, തിരുവനന്തപുരം, കൊല്ലം, തൊടുപുഴ, വാളകം സ്വദേശികൾ തുടങ്ങിയവരെ വിവാഹം ചെയ്തു. വിവാഹശേഷം കൂടുതൽ കാലം ഒന്നിച്ച് ജീവിച്ചത് കൊല്ലം സ്വദേശിയോടൊപ്പമാണെന്നാണ് വിവരം. ഭൂരിഭാഗം പേരെയും ഒരാഴ്ചയ്ക്ക് ശേഷം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് രീതി. ഇതിനിടയിൽ രേഷ്മയ്ക്ക് ഒരു മകനും ജനിച്ചു. ഇപ്പോൾ കുഞ്ഞിന് 2 വയസ്സുണ്ട്. പിടിയിലാകുമ്പോൾ ആര്യനാട് പഞ്ചായത്ത് അംഗം, കോട്ടയം സ്വദേശി, തിരുമല സ്വദേശി എന്നിവർക്കും വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. വിവാഹാലോചന നടന്ന മറ്റൊരു യുവാവാണ് രേഷ്മയെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇവിടെയാണ് പഞ്ചായത്ത് അംഗവുമായി കല്യാണം നടക്കാനിരുന്നത്. സർട്ടിഫിക്കറ്റുകൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് രേഷ്മ പല സ്ഥലങ്ങളിൽ നിന്ന് മുങ്ങിയിരുന്നത്. വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ വാഹനത്തിൽ നിന്നിറങ്ങി താലിമാലയും ആഭരണങ്ങളുമായി മുങ്ങിയ സന്ദർഭങ്ങളുമുണ്ട്. ബീഹാറിലെ സ്കൂൾ അധ്യാപികയാണെന്നും പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിച്ചവരുടെ വീടുകളിലേക്ക് ഇടയ്ക്കിടെ വിളിക്കാറുള്ളതിനാൽ ആർക്കും അധികം സംശയം ഉണ്ടായിട്ടില്ല. അതേസമയം തട്ടിപ്പുകളെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്.